വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം അധ്യായം 17 വാക്യങ്ങൾ 20 മുതൽ 37 വരെ. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നതെന്ന് പരീക്ഷയിലെ ചിലർ ചോദിച്ചപ്പോൾ യേശു അരുൾ ചെയ്തു, ദൈവരാജ്യം പ്രതീക്ഷിക്കപ്പെടും വിധമല്ല വരുന്നത്. ഇതാ ഇവിടെയാകുന്നുവെന്നും അവിടെയാകുന്നുവെന്നും ആരും പറയുകയുമില്ല. എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. പിന്നെ അവൻ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു, മനുഷ്യപുത്രന്റെ ആഗമന ദിവസം കാണുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാലം വരും, എങ്കിലും നിങ്ങൾ കാണുകയില്ല. ഇതാ ഇവിടെയാകുന്നുവെന്നോ അവിടെയാകുന്നുവെന്നോ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ പോകരുത്. മിന്നൽ പിണർ ആകാശത്തുനിന്ന് പുറപ്പെട്ട് ആകാശത്തിന് കീഴുള്ളതെല്ലാം പ്രകാശിപ്പിക്കുന്നത് പോലെയായിരിക്കും തൻ്റെ ദിവസത്തിൽ മനുഷ്യപുത്രൻ വരുന്നത്. എന്നാൽ ആദ്യം അവൻ വളരെ കഷ്ടതകൾ അനുഭവിക്കുകയും ഈ തലമുറയാൽ തള്ളപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. നോഹിന്റെ ദിവസങ്ങളിൽ സംഭവിച്ചത് തന്നെ മനുഷ്യപുത്രന്റെ നാളുകളിലും സംഭവിക്കും. നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് എല്ലാവരെയും നശിപ്പിക്കുകയും ചെയ്ത ദിവസം വരെ മനുഷ്യർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ജയിച്ചും പോന്നിരുന്നല്ലോ. ലോത്തിന്റെ കാലത്തും അങ്ങനെ തന്നെ സംഭവിച്ചു. അവരും ഭക്ഷിക്കുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും പണിയുകയും ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ ലോത്ത് സോദോമിൽ നിന്ന് പുറപ്പെട്ട ദിവസം കർത്താവ് ആകാശത്തുനിന്ന് തീയും ഗന്ധവും വർഷിപ്പിച്ച് അവരെ എല്ലാം നശിപ്പിച്ചു. മനുഷ്യപുത്രൻ പ്രതിഷ്ഠപ്പെടുന്നതായ ആ ദിവസവും അതുപോലെ തന്നെ സംഭവിക്കും. ആ ദിവസം മട്ടുപ്പാവിലിരിക്കുന്നവൻ പുരയ്ക്കകത്തിരിക്കുന്നവന്റെ സാമാനങ്ങൾ എടുക്കുവാൻ ഇറങ്ങരുത്. വയലിരിക്കുന്നവൻ പുറകോട്ട് തിരികെയും അരുത്. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക. തന്റെ ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നശിപ്പിക്കും, തന്റെ ജീവൻ നശിപ്പിക്കുന്നവൻ അത് രക്ഷിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ രാത്രിയിൽ രണ്ടുപേർ ഒരു കട്ടിലുണ്ടായിരിക്കും, ഒരുവൻ സ്വീകരിക്കപ്പെടും, മറ്റവൻ ഉപേക്ഷിക്കപ്പെടും. രണ്ട് സ്ത്രീകൾ തിരികൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുവൾ സ്വീകരിക്കപ്പെടും, മറ്റവൾ ഉപേക്ഷിക്കപ്പെടും. രണ്ടുപേർ വയലിലുണ്ടായിരിക്കും, ഒരുവൻ സ്വീകരിക്കപ്പെടും, മറ്റവൻ ഉപേക്ഷിക്കപ്പെടും. കർത്താവേ, എവിടേക്ക് എന്ന് അപ്പോൾ അവർ ചോദിച്ചു. അവൻ അവരോട് പറഞ്ഞു, ശവം എവിടെയോ അവിടെ കഴിയന്മാർ ചെന്നു ചേരും. സ്ലീവാ പെരുന്നാൾ ഇന്നലെ കഴിഞ്ഞു. അടുത്ത ഞായറാഴ്ച സന്ധ്യയ്ക്ക് വായിക്കേണ്ട വേദഭാഗം വായിച്ചുകൊണ്ട് സ്ലീവാ പെരുന്നാളിന് ശേഷമുള്ള ആഴ്ചകളിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി നമ്മൾ ഒരുങ്ങുകയാണ്. കർത്താവ് എപ്പം വന്നാലും സ്വീകരിപ്പാൻ തക്കൊണ്ട് നമ്മുടെ പ്രാണൻ മുഴുവൻ യേശുവിലാക്കുവാൻ, നമ്മുടെ പ്രാണൻ മുഴുവൻ യേശുവിലായി ആത്മനിറവിൽ അത് നമ്മുടെ ശരീരത്തിൽ വസിച്ച് നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ കുടിയിരിപ്പിൻ്റെ ഭവനമായി യേശു എപ്പം വന്നാലും പറക്കുവാൻ തക്കവണ്ണം കഴുകിനെ പോലെ ചെറുകടിച്ച് കയറുവാൻ ശക്തി പ്രാപിപ്പാൻ ഇനിയുള്ള ദിവസങ്ങൾ ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ അവിശ്വാസങ്ങളും എല്ലാ പിന്മാറ്റങ്ങളോടും എല്ലാ പാവങ്ങളോടും ഒരിക്കലൂടെ യാത്ര പറഞ്ഞ് ഒരിക്കൽ കൂടെ പൊതുവായ പാവത്തിന് പ്രാർത്ഥന നടത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. വിശ്വാസ പ്രമാണത്തിൽ പിതാവിലും പുത്രനുള്ളതായ നമ്മുടെ വിശ്വാസം പുതുക്കിയിരിക്കുന്ന ഈ സമയം നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നതായ തിരുവചനങ്ങൾ ഏതെല്ലാം തരത്തിൽ നമുക്ക് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ യാചിക്കാൻ പോകുന്ന കാര്യം എന്തിനു വേണ്ടിയാണ്? സ്ലീവാ പെരുന്നാൾ കഴിഞ്ഞ് യേശുവിന് രണ്ടാമത്തെ വരവിനായി സഭയെ ഒരുക്കുന്ന സമയം, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ ഒരുങ്ങുന്നുണ്ടോ? ഒരുക്കം പൂർത്തിയായോ? വളരെ പെട്ടെന്നായിരിക്കും കർത്താവിൻ്റെ വരവും പോക്കും എന്നുള്ള കാര്യം. മണവാട്ടി സഭ എടുക്കപ്പെട്ടുകൊണ്ട് പോകുന്നത് വളരെ വേഗത്തിലായിരിക്കും. കണ്ണടച്ച് തുറക്കുന്നതിൽ സംഭവം നടക്കും. നമുക്ക് ഒരുക്കമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പഴയ നിയമത്തിലെ രണ്ട് സംഭവങ്ങൾ നമുക്ക് ഓർത്തോളാൻ പറഞ്ഞു തരുന്നുണ്ട്. ലോത്തിനെ ഓർക്കണം, ലോത്തിൻ്റെ ഭാര്യയെ ഓർക്കണം, നോഹയെ ഓർക്കണം, നോഹയുടെ കാലം ഓർക്കണം. ജലപ്രളയത്തിൽ നോഹയുടെ കുടുംബം ഒഴിച്ച് ബാക്കിയുള്ളവർ വെള്ളം കുടിച്ചു ചേർത്തു. ലോത്തിൻ്റെ കാലത്ത് ലോത്തിന് കഷ്ടിച്ച് സോദോം ഗൊമോറയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചുവെങ്കിലും അവിടെ കുടുംബം നശിച്ചു പോയി. സ്വന്തം ഇഷ്ടപ്രകാരം അവർ ദൈവ ഇഷ്ടത്തിന് മറുതലിച്ച് അങ്ങനെ അവർ സ്വന്തമായി കണ്ടെത്തിയ സ്ഥലത്ത് അഭയം തേടിയതുകൊണ്ട് ആ കുടുംബം നശിച്ചുപോയി. അമ്മോന്യരിൽ നിന്ന് മോവായെന്ന് പറഞ്ഞ രണ്ട് അശുദ്ധ ജാതികളുടെ
ശപിക്കപ്പെട്ട കുടുംബമായി അധപതിച്ചു പോയ കാര്യം നമ്മൾ ഉൽപ്പത്തി പുസ്തകം 19 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഈ ഗതികേടുകളൊക്കെ ഈ അന്ത്യകാലത്തും ആവർത്തിക്കുന്നതാണെന്നുള്ള കാര്യം ഓർപ്പിച്ചിരിക്കുന്നു. നമ്മുടെ കുടുംബം ശപിക്കപ്പെടുമോ അനുഗ്രഹിക്കപ്പെടുമോ? എടുക്കപ്പെടുന്നവരും തള്ളപ്പെടുന്നവരുമായ രണ്ടു കൂട്ടം നമ്മൾ ഏത് കൂട്ടത്തിലായിരിക്കും? കർത്താവെ കൈവിടല്ലേ, പൂർവ്വശാപങ്ങളിൽ നിന്നും മുൻവിധിയിൽ നിന്നും വിദ്യാബോധത്തിൽ നിന്നും വ്യർത്ഥബുദ്ധിയിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷിച്ച് അബ്രഹാമിനെ പോലെ ഇസാഖിനെ പോലെ യാക്കോബിനെ പോലെ വിശ്വാസികളുടെ കൂട്ടത്തിൽ ജീവനുള്ളവരുടെ പട്ടികയിലായി വീണ്ടെടുക്കപ്പെടുവാൻ കർത്താവ് എപ്പം വന്നാലും കഴുകനെ പോലെ പറന്നു വരുവാൻ നിങ്ങൾ ശക്തിയുള്ളവരാക്കണമെന്ന് വിചാരിക്കാം. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ അശ്രദ്ധകളോടും അവിശ്വാസങ്ങളോടും എല്ലാ പിന്മാറ്റങ്ങളോടും യാത്ര പറഞ്ഞ് ഒരിക്കൽ കൂടെ പുരോഹിതന്മാർ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. നിങ്ങളെ ഒരുക്കുന്നതിലും ഉണർത്തുന്നതിലും ഞങ്ങൾ പൂർണ്ണമായി വിജയിച്ചിട്ടില്ല. പാപപ്പാമ്പിൻ്റെ കടിയേറ്റ് ഉറക്കം തൂങ്ങുന്നവരാണ് ജനങ്ങൾ. പ്രത്യേകിച്ച് പാപപ്പാമ്പിൻ്റെ കടിയേറ്റ് ഉറക്കം തൂങ്ങാൻ ഒരു കാരണമുണ്ട്. വിഷം ഉറക്കാനുള്ള മരുന്നാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ചികിത്സാവിധി ഞാൻ ഹോമിയോ ഡോക്ടറായിരിക്കുമ്പോൾ തിർഹാക്കു എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. പാമ്പ് പിടിച്ചാൽ കൊടുക്കേണ്ട മരുന്നാണ്. ആ മരുന്ന് പാമ്പ് പിടിച്ചാൽ വരുന്ന രോഗികൾക്ക് 5-10 മിനിറ്റ് ഇടവിട്ട് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കണം. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്, ഉറങ്ങാൻ പാടില്ല. അങ്ങനെ ഇടവും വലവും ഈ പാമ്പ് പിടിച്ച ആളിനെ തോളയിൽ കൈയിട്ട് ഉറങ്ങാതെ നേരം വിളിക്കുന്നവരെ അടുപ്പിച്ചടുപ്പിച്ച് മരുന്ന് കൊടുത്ത് കൊണ്ട് നടന്ന് നേരം വിളിപ്പിച്ചെങ്കിലേ വിഷം ഉറങ്ങുള്ളൂ. അങ്ങനെ പിന്നെ വയറിളക്കി അശുദ്ധികളെല്ലാം കളഞ്ഞ് രോഗി രക്ഷപ്പെടുന്നത് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇതുപോലെ ഏതെന്നോടത്ത് കയറിയ പാമ്പിൻ്റെ കടിയേറ്റ് പാപവിഷം കയറിയവരാണ് മനുഷ്യാദി മുഴുവനും. ആ പാപവിഷം കയറിയവർക്ക് ആ വിഷമിറക്കാനുള്ള മരുന്നാണ് കുർബാന, യേശുവിൻ്റെ ശരീരരക്തങ്ങൾ. പുരോഹിതൻ വിഷവൈദ്യനുമാണ്. അപ്പോൾ യേശു പുരോഹിതന്മാരെ വിഷവൈദ്യന്മാരായ യേശുവിൻ്റെ തിരുശരീരക്തങ്ങൾ വാഴ്ത്തി ഈ രോഗിക്ക് കൂടെ കൊടുക്കുക. കഴിയുമെങ്കിൽ എല്ലാ ദിവസവും കഴിച്ചാൽ നല്ലത്. ഒരാഴ്ചയിൽ ഒന്നെങ്കിലും വേണം, 40 ദിവസത്തിലൊരിക്കെങ്കിലും വേണം എന്നൊക്കെ പറയാൻ കാരണം ഈ വിഷം ഇറങ്ങുന്നതിന് വരെ ഇത് ആവർത്തിച്ച് ഈ മരുന്ന് കൊടുക്കുമ്പോൾ ഉറക്കം വരാൻ സാധ്യതയുണ്ട്. ഉറക്കം വരാതിരിക്കാൻ ഇടവും വലവും തോളെ കൈയിട്ട് ഇവരെ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഈ ചികിത്സയ്ക്കകത്ത് 2 പേരുടെ ജോലി. പുരോഹിതരുടെയും ശുശ്രൂഷക്കാരുടെയും പണി ഇതാണ്. മരുന്ന് കൊടുത്തേച്ച് ഉറങ്ങാതെ നിങ്ങൾ കൊണ്ടു നടക്കുക. പക്ഷെ ഞങ്ങൾ ആ പണി ശരിക്കും ചെയ്തില്ല. ഞങ്ങൾ കുർബാന കഴിഞ്ഞേച്ച് പോയി കിടന്ന് ഉറങ്ങും, എവിടെയെങ്കിലും മാറിയിരിക്കും. നിങ്ങളെ ശരിക്കും ഉണർത്തി കർത്താവിൻ്റെ വരവ് വരെ മാറി മാറി ഈ രോഗികൾക്ക് മരുന്ന് കൊടുത്തേച്ച് അവരുറങ്ങാതെ അവരെ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ അവരുടെ ബോധവിചാരകതയുണ്ടെങ്കിലും കർത്താവിൽ ശ്രദ്ധിച്ചെങ്കിലേ വരുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പറന്നു കയറാനൊക്കെ ഉള്ളൂ. അതിൽ ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് മാർത്തോമാ ശ്ലീഹ ഇന്ത്യയിൽ കൊണ്ടുവന്ന AD 50 കൊണ്ടുവന്ന സുവിശേഷം 2% അധപതിച്ചിരിക്കുന്നു. അത് തന്നെ പല തൊഴുത്തുകുത്തുകളായി ഇങ്ങനെ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്നതിന് പ്രധാന ഉത്തരവാദികൾ ഞങ്ങൾ തന്നെയാണ്. ഞങ്ങൾ ശരിക്കും ഞങ്ങളെ ചികിത്സിക്കുന്നില്ല. ഈ വിഷമിറക്കാനുള്ള മരുന്ന് ശരിക്ക് തരുന്നില്ല. അതിന് ശേഷമുള്ള ശുശ്രൂഷകൾ നിങ്ങൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് സഭകൾ തമ്മിലടിച്ച് കേസും വഴക്ക് കഴിഞ്ഞ് നടക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെങ്കിലും പോയി രക്ഷപ്പെടെ, ഞങ്ങൾ ശിക്ഷിക്കപ്പെട്ട് തകർന്നു പോകാനാണ് സാധ്യത. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ മോശ പോയി, അഹറോനും പോയി, അവരെല്ലാം തള്ളപ്പെട്ടു. അവർക്ക് കാണാനേ കഴിഞ്ഞുള്ളൂ, അനുഭവിക്കാനൊത്തില്ല. നിങ്ങൾ രക്ഷപ്പെടുന്ന കണ്ട് നിങ്ങൾ സന്തോഷിക്കുക. കയറാനൊക്കാത്ത ഗതികളിലാണ് ഞങ്ങൾ കിടക്കുന്നത്. നിങ്ങളെങ്കിലും രക്ഷപ്പെട്, നിങ്ങളെങ്കിലും കർത്താവിനത്തിലേക്ക് പോകാൻ ഒരുങ്ങ്. തമ്മിൽ ഉണർത്തുക, തമ്മിൽ പ്രബോധിപ്പിക്കുക, യാചിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക. ഇതിൽ മാത്രമേ വിഷം ഇറങ്ങി കിട്ടുകയുള്ളൂ. വിഷം മുഴുവൻ ഇറങ്ങിയെങ്കിലേ ആത്മാവിൽ നിറഞ്ഞ് എപ്പോഴും ഉണർത്തി വേല ചെയ്യാൻ സാധിക്കൂ. അത് ഞങ്ങളുടെ കുരുവ ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്. സഹോദരി സംഘങ്ങളെ നേതാക്കളെ ഗുരുക്കന്മാർ ഞങ്ങളോട് ക്ഷമിക്കണം. ഈ കുർബാന അംഗീകരിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. അടിയാരോട് കൃപ ചെയ്യണമെന്ന് ഇപ്പോൾ യാചിച്ചിരിക്കുകയാണ്. നല്ലവണ്ണം നിന്ന് പ്രാർത്ഥിക്കാൻ ശുശ്രൂഷകാരൻ നമ്മളോട് പറയുമ്പോൾ നമുക്ക് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ സന്നിധിയിൽ തന്നെ മുറിഞ്ഞ ആണിപ്പാടുകൾ കാണിച്ച് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏക മധ്യസ്ഥനായ ക്രിസ്തുവിലേക്ക് നമുക്ക് നോക്കാം. മാർ സോസ്ഫോസിൻ്റെ കുർബാനക്രമം വെച്ച് ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ വരവ് എപ്പോൾ സംഭവിച്ചാലും ഉണർവുള്ളവരായി, വേല തികച്ച് ശക്തിയുള്ളവരായി കഴുകന്മാരെ പോലെ ചെറുകടിച്ചേറുവാൻ നമുക്ക് ഒരുങ്ങിയിരിക്കാം. നല്ലവണ്ണം നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലുണ്ടായ എല്ലാ കുറവുകളോടും നമുക്ക് ഒരിക്കൽ കൂടെ യാത്ര പറഞ്ഞ് ദൈവസന്നിധിയിൽ ബോധവിചാരഹൃദയം ഉയർത്താമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു.
അഹറോൻ കാളക്കുട്ടിയെ ഉണ്ടാക്കി തകർന്നുപോയി. കാളക്കുട്ടിയെ ഉണ്ടാക്കാൻ ജനങ്ങളുടെ കൂട്ടുകൂടി അങ്ങനെ തകർന്നു. മോശ ജനങ്ങളുടെ നിലയിലേക്ക് താണിട്ട് കോപിച്ച് അങ്ങനെ തനിക്ക് കമ്പൽസറി റിട്ടയർമെൻറ്റ് വാങ്ങിച്ച് കനാൻ ദേശത്ത് കയറാൻ കഴിയാതെ കണ്ടേച്ചു പോകേണ്ടി വന്നു. ഈ ഗതികേട് പൗരോഹിത്യ വൃന്ദത്തിനുണ്ടാകുമ്പോൾ ജനങ്ങളെങ്കിലും നിങ്ങളെങ്കിലും രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഒരു യോശുവയും കാലേബും മാത്രമാണ് 40 കൊല്ലത്തെ മരുഭൂമി വാസത്തിന് ശേഷം വാഗ്ദത്ത നാട്ടിൽ കയറിയത്. ആ രണ്ടുപേരുടെ കൂടെ നിങ്ങൾക്കെങ്കിലും ആകാൻ സാധിക്കുമോ? അതിനുവേണ്ടി നല്ലവണ്ണം പ്രാർത്ഥിക്കുക. സൗമൻകാലോ പരിശുദ്ധ മാതാവിന്റെ നാമത്തിലുള്ളതായ ഇപ്പോഴത്തെ ധൂപം വയ്ക്കുന്ന ഈ സമയം, രണ്ടാമത്തെ വരവിന് നമ്മൾ ഒരുങ്ങുന്ന സമയം മാതാവിന്റെ സഹായം നമുക്ക് എങ്ങനെ ലഭിക്കും? നമ്മുടെ മരണസമയത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ എന്നും ആവർത്തിച്ച് പറയുന്നു. നമ്മുടെ മരണസമയത്ത് മാത്രമല്ല, കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുന്ന സമയത്തും മാതാവിന് നമ്മളെ സഹായിക്കാൻ കഴിയും. മാതാവിനെ ഈ ലോകത്തിൽ കർത്താവിനെ സ്വീകരിക്കുവാനും കർത്താവിന് പറ്റിച്ചേരുവാനും കർത്താവിന് മാംസം ധരിക്കുവാൻ തന്നെ ശരീരം വിട്ടുകൊടുക്കുവാനും കർത്താവിൻ്റെ കൂടെ നടക്കുവാനും പുരുഷന് ജോഡിൽ നിൽക്കുവാനും ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കാണുവാനും കാത്തിരിപ്പ് യോഗത്തിൽ 120 പേരോടൊപ്പം ആത്മാവ് നിറയുവാനും കഴിഞ്ഞപ്പോൾ മാതാവിനെ കർത്താവ് എടുത്തുകൊണ്ട് പോയി. അതുപോലെ തന്നെയായിരിക്കും മണവാട്ടി സഭ എടുത്തുകൊണ്ട് പോവുകയാണ്. മണവാളൻ മണവാട്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പം നമ്മൾ കർത്താവിൻ്റെ കൈ കാണുമോ? കർത്താവിൻ്റെ കയ്യിലിരിക്കുമോ? അതിന് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ എല്ലാ അവിശ്വാസങ്ങളോടും അശുദ്ധികളോടും പൂർവ്വശാപങ്ങളോടും എല്ലാം യാത്ര പറവാൻ ഇനിയുള്ള എല്ലാ ദിവസങ്ങളും എല്ലാ ആരാധനകളും ഉതകട്ടെ എന്ന് ആശംസിക്കുകയാണ്. പഴയ നിയമകാലത്ത് 6 ലക്ഷം പേർ കനാൻ ദേശത്തെ ലാക്കാക്കിക്കൊണ്ട് ചെങ്കടൽ കടന്നെങ്കിലും മരുഭൂമിയിൽ കൂടി 40 കൊല്ലം നടന്നപ്പോൾ അവരെല്ലാം അവിടെ പട്ടുപോവുകയാണ്. മോശയും അഹ്റോനും മിരിയാമും ഒക്കെ പോയി. ഒരു യോശുവയും കാലേബും മാത്രം അക്കരെ പറ്റി. യോർദാൻ കിടന്ന് അക്കരെ പോയി. അങ്ങനെ യോർദാൻ കിടന്ന് അക്കരെ പോയ ആ യോശുവയുടെയും കാലേബിൻ്റെയും സ്വഭാവം ഉണ്ടെങ്കിലേ നമുക്ക് വലിയ പരീക്ഷകളുടെയും മരുഭൂമികളുടെയും ഒറ്റപ്പെടലിൻ്റെയും മധ്യത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും. യോശുവയുടെയും കാലേബിൻ്റെയും സ്വഭാവം എന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇന്ന് കാഫിലും പറയാം അവരുടെ സ്വഭാവം എന്നായിരുന്നു. ദൈവത്തോട് അവരെ പറ്റിയിരുന്നു. ബാക്കിയുള്ളവരെന്നാ പറ്റാഞ്ഞ് അവർക്ക് ആയിക്കൂടായിരുന്നു ഈ പറ്റൽ. അപ്പോൾ നമ്മൾ കിട്ടിയതായ വചനം രാവും പോലും ധ്യാനിച്ച് അത് പ്രാർത്ഥിച്ച് ആരാധിച്ച് അത് ഓർത്ത് പറഞ്ഞതനുസരിച്ച് പ്രത്യാശയോടെ പോയാലേ ഈ കർത്താവിൻ്റെ വരവെങ്കിലെ കാഹളം കേട്ട് പറന്നു പോകാൻ കൂടുതലൊന്നും കാര്യം ഓർമ്മിക്കുന്നു. യോശുവയുടെയും കാലേബിൻ്റെയും സ്വഭാവം സങ്കീർത്തനക്കാരൻ 91 സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്. 91 സങ്കീർത്തനത്തിലെ ആനുകൂല്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറ്റിയിരിക്കണമെന്നൊരു വചനമാണ്. എത്ര വാക്യാന്നറിയാമോ? 91 സങ്കീർത്തനത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്. ഈ 91 സങ്കീർത്തനം കാണാതെ ചൊല്ലിയതുകൊണ്ടോ ആവർത്തിച്ച് ചൊല്ലിയതുകൊണ്ടോ പറ്റിയിരിക്കുന്നില്ല എങ്കിൽ ഒരു ഗുണമില്ല. ഒരു ബാധയും കൂടാരത്തിന് അടുക്കുകയില്ലെന്നാണ് 91 സങ്കീർത്തനം പറഞ്ഞത്. എന്തെല്ലാം ബാധ നമ്മളെ ബാധിക്കുന്നുണ്ട്? സങ്കീർത്തനം ചൊല്ലുന്നുമുണ്ട്. പറ്റുന്നില്ല. അതുകൊണ്ടാണ് വേറെ ഞങ്ങൾക്കോ പറ്റിയിരിക്കുക. അപ്പോൾ പിശാചിനോട് പറ്റിയിരിക്കുന്നവർക്ക് യേശുവിനോട് പറ്റാനൊക്കുമോ? അപ്പോൾ പിശാചിനോട് പറ്റിയിരിക്കുന്നവരെ വേർപെടുത്തി ശുദ്ധീകരിക്കുക കർത്താവിനോട് പറ്റണം. അതിന് പിശാചിന്റെ അവകാശം തരാതെ അവനോട് പോവുകയില്ല. പകരം കൊടുത്ത് പോരാടി അവനെ വേർപെടുത്തി ദൈവത്തിന്റെ വചനമാകുന്ന ആൾ ഇടയ്ക്ക് കയറി വന്ന് വേർപെടുത്തണം. അപ്പോൾ വചനപ്രകാരം ശുദ്ധീകരണം പ്രാപിച്ച് യേശുവിനോട് പറ്റിച്ചേർന്നാൽ മാത്രമേ നമുക്ക് യേശുവിന്റെ വരവിൽ പോകാനൊക്കെ ഉള്ളൂ. അതിനുവേണ്ടി മാതാവിന്റെ ബാങ്കിൽ നിന്ന് പറ്റിച്ചേരാനുള്ള കൃപ നമ്മൾ ചോദിക്കാൻ പോവാം. അപ്പോൾ മാതാവിൽ നിന്ന് അത് ഏറ്റുവാങ്ങി ഇപ്പോൾ ധൂപ്രാർത്ഥന നടത്തി നിങ്ങൾ അടുത്തൂടെ കടന്നു പോവുകയാണ്. കർത്താവേ, ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ പോലും നിനക്ക് വെറുപ്പുള്ള പല കാര്യങ്ങളും പറ്റിച്ചേർന്നിരിക്കുക. ദൈവം വെറുക്കുന്നതിനെ നമ്മൾ വെറുത്താൽ കൂടെ ഇരിക്കുകയുള്ളൂ, പറ്റാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് കർത്താവെ, ഞങ്ങളുടെ പൂർവ്വരും നീ വെറുത്ത പല കാര്യങ്ങളും ചെയ്യിക്കുന്നവർ പറ്റിപ്പേർന്നിരിക്കുന്നവരാണ്. ഞങ്ങൾ അതിനോട് യാത്ര പറഞ്ഞിട്ടില്ല, അത് ഞങ്ങളോട് യാത്ര പറയുന്നില്ല. ഞങ്ങൾ വിട്ടാൽ ഞങ്ങളെ വിടുന്നില്ല. ഈ ഗതികേടൊന്ന് മാറ്റി വചനമാകുന്ന ആളിടയ്ക്ക് കയറി ഞങ്ങളെ മുറിച്ച് മാറ്റേണ്ടതെല്ലാം മാറ്റി നിന്നോട് മാത്രം പറ്റിച്ചേർന്ന് നിന്നെ മാത്രം മതി എന്ന് പറയുന്ന ഏകാഗ്രത നമ്മളുടെയും വിട്ട് വഷളായി പോകുന്ന എല്ലാ പാപങ്ങളോടും യാത്ര പറഞ്ഞ് യോശുവയുടെയും കാലാവിൻ്റെയും മാതാവിൻ്റെയും സ്വഭാവം ഞങ്ങൾക്ക് വേണം. അത് ഞങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ട് സ്വർഗത്തിന് കടമായിട്ടെങ്കിലും അനുഗ്രഹം തന്നത് ഏറ്റുവാങ്ങാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പറഞ്ഞുകൊണ്ട് മാതാവിനോട് നമുക്ക് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വരവിൽ മാതാവിനെ എടുത്തുകൊണ്ട് പോയാൽ ഞങ്ങളെവിടെ എടുക്കണേ, ഞങ്ങളെവിടെ കൊണ്ടുപോകണേ, നിനക്ക് വേണ്ടാത്തതിനെ ഞങ്ങൾ വരച്ചു കളയണേ എന്ന് പറയാൻ പോക്കണം. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ശരണം നേടി ദൈവത്തെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. യാതൊരു നമ്മളെ തന്നെ ഉണ്ടായിക്കട്ടെയാണ്. ശ്ലീവാ പെരുന്നാളിന് ശേഷമുള്ള 1-ാം ഞായറാഴ്ച വരുന്നു. അന്നത്തെ ഞായറാഴ്ചത്തെ ആരാധന ആത്മാവിൽ സത്യത്തിലുമാകുവാൻ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് നമ്മളെ ഒരുക്കാൻ
ഇനിയുള്ള എല്ലാ ദിവസത്തെയും പരിപാടികൾ ഈ ലാഭോടെയാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതിന് ഇന്ന് നമ്മൾ കേട്ടതായ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 17 അധ്യായത്തിൻ്റെ 20 മുതൽ 37 വരെയുള്ള ഭാഗങ്ങൾ പിതാക്കന്മാർ എങ്ങനെയാണ് കർത്താവിൻ്റെ വരവിനെ അവരെ ഒരുക്കുവാൻ പ്രയോജനപ്പെടുത്തിയത്. പഴയ നിയമത്തിലെ സംഭവങ്ങളെല്ലാം പുതിയ നിയമത്തിലെ നമ്മുടെ ഒരുക്കത്തിന് വേണ്ടി സഹായകരമായിട്ടാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. പഴയ നിയമത്തിലെ സംഭവങ്ങളെല്ലാം തന്നെ പാലും തേനും ദേശത്തേക്കുള്ള യാത്രയ്ക്ക് അവരെ എങ്ങനെ സഹായിച്ചെന്നും എങ്ങനെ അവരെ അതിൽ നിന്ന് പരാജയപ്പെട്ടെന്നൊക്കെയും പഠിപ്പിക്കുകയാണ്. 6 ലക്ഷം പേര് ഇറങ്ങിയെങ്കിലും 2 പേരെ അങ്ങ് എത്തിയുള്ളൂ. മോശയ്ക്കും അഹ്റോനും മിരിയാമിനും ഒക്കെ ഇടയ്ക്ക് ജനങ്ങൾ മുഖാന്തരം പരീക്ഷയിൽ അകപ്പെട്ട് തകർന്നു പോകേണ്ടി വന്നു. ഇത് അന്ത്യകാലത്തും ആവർത്തിക്കുന്ന പ്രതിഭാസമാണെന്ന് പറഞ്ഞാണ് ലോത്തിനെയും നോഹയെയും എല്ലാം നമ്മളെ ഓർപ്പിച്ചിരിക്കുന്നത്. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തോളാൻ പറഞ്ഞു. നോഹയുടെ കാലത്തും ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ച പോലെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതൊക്കെ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. നമുക്ക് ആ സമയത്ത് യേശുവിനോട് പറ്റിച്ചേർന്ന് ഒരു തിന്മയും നമ്മൾ ഏക്കാത്ത അവസ്ഥയിൽ യേശുവിൻ്റെ ഉള്ളിൽ മറഞ്ഞിരുന്ന് അത്യുന്നതിന് മറവിൽ വസിച്ച് ഒരു ബാധയും കൂടാരത്തിനെടുക്കാത്ത അവസ്ഥയിൽ എത്തിച്ചേരുവാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ കേട്ടതായ സന്ദേശങ്ങൾ അയവിറക്കുന്നതിനും അത് ഹൃദയത്തിൽ എഴുതുന്നതിനും അത് ധ്യാനമാക്കുന്നതിനും പ്രാർത്ഥനയാക്കുന്നതിനും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കേണ്ടതാണ്. ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളും ഈ ലാഭോടെയാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. തിങ്കളാഴ്ചത്തെ ബൈബിൾ ക്ലാസ്, ചൊവ്വാഴ്ചത്തെ നിങ്ങൾ വീട്ടിലിരുന്നുള്ളതായ ഒരുക്കങ്ങൾ, ബുധനാഴ്ചത്തെ എക്യുമെനിക്കൽ ഫെലോഷിപ്പ്, വ്യാഴാഴ്ചത്തെ ഇന്ന് നടക്കുന്ന പോലെയുള്ള കുർബാന, വെള്ളിയാഴ്ചത്തെ മധ്യസ്ഥ പ്രാർത്ഥന, ശനിയാഴ്ചത്തെ കുർബാന, ഞായറാഴ്ചത്തെ ആരാധന എല്ലാം ഇതിനു വേണ്ടിയാണ്. നമ്മുടെ ഇടവകയുമായുള്ള ബന്ധം പുതുക്കിക്കൊണ്ട് വികാരി അച്ഛന്മാരുടെ അനുവാദത്തോടെ നിങ്ങളുടെ സഭാജീവിതം സങ്കേതഭവനത്തോട് സഹകരിച്ച് യേശുവിൻ്റെ വചനങ്ങളെ ഒരുക്കാൻ ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ കാര്യം നമ്മളെ പഠിക്കുവാനും പഠിപ്പിക്കുവാനും പിശാച് ആഗ്രഹിക്കാത്തതുകൊണ്ട് പറയിപ്പിക്കുന്നില്ല, തൊണ്ടയ്ക്ക് പിടിക്കുക. ഈ കാര്യം പറയിപ്പിക്കുന്നില്ല, തൊണ്ടയ്ക്ക് കയറി പിടിക്കുക. പിശാചിനൊട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കർത്താവിൻ്റെ വരവും പരമ്പര നമ്മൾ പോകും. അപ്പോൾ നമ്മളെ പിശാചിന് കിട്ടിയ അവൻ്റെ കൂടെ കത്തുന്ന കണ്ട് സന്തോഷിക്കാമെന്ന് വിചാരിച്ചാൽ നമ്മുടെ ശ്രദ്ധയും വിശ്വാസവും ഉണർവും എല്ലാം കുറച്ച് നമ്മളെ അബോധാവസ്ഥയിൽ പിടിച്ചിടാൻ ശ്രമിക്കുന്നത്. ഈ പിശാചിനെ കർത്താവ് കത്തിക്കാൻ വിധിച്ചതാണ്. പക്ഷെങ്കിൽ എന്തിനീ ഭൂമിയിലിട്ടിരിക്കുന്നു? ആ പിതാവായ ദൈവതമ്പുരാന്റെ കടന്ന സൽഗുണ പൂർണ്ണത നമുക്ക് ഉണ്ടാകണം. കത്തിക്കാനിട്ടിരിക്കുന്ന പിശാചിനെ ഭൂമിയിലിട്ടിരിക്കുന്നതിന് പ്രയോജനം എന്താണ്? കത്തിക്കാനിരിക്കുന്ന പിശാചിനെ കത്തിക്കാതെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളില്ല നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടോ? എന്താണെന്നറിയാം. അനേക വൃന്ദം മാലാഖമാർ സ്വർഗത്തിലുണ്ടായിരുന്നു. അതിൽ കുറെ പേരാണ് പിശാചായി അധപ്പതിച്ചത്. അവർക്കുണ്ടായിരുന്ന തേജസ് നഷ്ടപ്പെട്ടു, ആരാധിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടു, അവരെ തീക്കായിട്ട് വിധിക്കപ്പെട്ടു. അവർ ദുഷ്ടരായി, കഠിന ഹൃദയരായി, ദൈവത്തിനും ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരായി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഏതെങ്കിലും മാലാഖ പിശാചാവോ? ആവൂ. കാരണം മാലാഖമാർക്ക് മനസ്സിലായി ആരാധന നിർത്തിയിട്ട് വേറെ പണിക്ക് പോയാൽ ഇങ്ങനെ ഇരിക്കുമെന്ന്. അപ്പോൾ പിന്നെ ഏതെങ്കിലും മാലാഖ പിശാചായിട്ടുണ്ടോ? ഇല്ല. അപ്പം പിതാവിൻ്റെ കടന്ന ബുദ്ധി കണ്ടോ? അപ്പം പിശാചായി മാറിയ മാലാഖമാരെ ഉടനെ കത്തിച്ച് കളഞ്ഞിരുന്നെങ്കിൽ പിന്നെയും മാലാഖമാർ പിശാചായിക്കൊണ്ടിരുന്നേനെ. മനസ്സിലായോ? അപ്പോൾ ഈ പിശാചിന്റെ ഉപദ്രവം കാണുമ്പോൾ പിതാവേ ഇവനെ കത്തിക്കാതിട്ട് എന്നെ കൂടെ പരീക്ഷിക്കാനിട്ട് നന്ദി എന്ന് പറയണം. നന്ദി എന്ന് പറഞ്ഞോ? നമ്മൾ പറഞ്ഞാണ്ട് ഹല്ലേലൂയ. അതുകൊണ്ട് ആ പിശാചിനെ കൊണ്ട് നമ്മളെ പരീക്ഷിപ്പിച്ച് നമ്മളെ കൊള്ളാവുന്നവരാക്കാൻ വേണ്ടിയാണ് അതറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് ഈ പരീക്ഷകൾ വെച്ചിരിക്കുന്നത് എന്നുള്ളത് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ എന്തിനാ? നമ്മളെ കൊള്ളാവുന്നവരാക്കാൻ, കൊള്ളരാത്തവരായി പോകാതെ ഇരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പിശാചിനെ കാണുമ്പോൾ പിശാചിന്റെ സ്വഭാവത്തെ വെറുക്കണം. യോശുവയുടെയും കാലേബിന്റെയും മാതാവിന്റെയും സ്നേഹത്തെ ആ ദൈവത്തോട് പറ്റിച്ചേരുന്ന ആ സ്വഭാവത്തെ സ്നേഹിക്കാൻ വേണ്ടിയാണ്. മാലാഖമാരുടെ നല്ല ഗുണങ്ങളെയും വിശുദ്ധന്മാരുടെ നല്ല ഗുണങ്ങളെയും സ്നേഹിക്കുവാനും പിശാചിന്റെ വെറുക്കപ്പെട്ട സ്വഭാവം എനിക്കിത് വേണ്ട, ഞാൻ ഒരിക്കലും നിന്നിൽ നിന്ന് അകന്നു പോവുകയില്ല, ഞാൻ എപ്പോഴും നിന്നെ ആരാധിച്ചോളാം എന്ന് പറയാൻ വേണ്ടിയാണ് പിശാചിനെ ഇട്ടിരിക്കുന്നത്.
അങ്ങനെ കത്താനുള്ളതെല്ലാം ഒന്നിച്ചേ കത്തിക്കുകയുള്ളൂ. അതൊരു സൗകര്യമല്ലേ? കാണുന്ന വിചാരത്തിനെല്ലാം കാണുന്നിടത്തിനും കത്തിച്ച് എന്തൊരു വൃത്തികേടായിരിക്കില്ലേ? വീടിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കത്തിച്ച് കളയേണ്ട വേസ്റ്റ് സാധനങ്ങൾ വീട്ടിൽ പലതും വരും. വേസ്റ്റായിരിക്കുന്ന സാധനങ്ങൾ അത് പലയിടത്തും ഇങ്ങനെ കിടക്കുന്ന കാണാം. വേസ്റ്റായിരിക്കുന്ന പേപ്പറുകൾ, വേസ്റ്റായിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണാം. അന്നേരം എല്ലാം തീപ്പെട്ടി കൊലച്ച് അങ്ങോട്ട് കത്തിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കും വീട്. മഹാവൃത്തികേടാവും, എല്ലാം ചാരം പിടിച്ച് വൃത്തികേടാവും. ബുദ്ധിയുള്ള അമ്മച്ചിമാർ എന്നാ ചെയ്യും? ഈ കത്തിക്കാനുള്ള സാധനം എല്ലാം കൂടെ കൊണ്ടുവരും, കൊട്ടയിലോ കൂടയിലോ കൊണ്ട് സൂക്ഷിച്ചത് നിറഞ്ഞു കഴിയുമ്പോൾ വെള്ളം അതിനകത്തുനിന്ന് അടുപ്പിനകത്തോട്ട് കയറ്റി കൊണ്ട് വെച്ചൊരു കത്തീരം കത്തിച്ചാൽ 2 ഗുണം ഉണ്ടെന്നതാണ്. വെള്ളം ചൂടായി കിട്ടുകയും ചെയ്യും, വേസ്റ്റ് അങ്ങ് കത്തുകയും ചെയ്യും. ചാരം ആർക്ക് ശല്യം? ചാരം വാരിക്കൊണ്ടുവന്ന് കൃഷിക്ക് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പം ദൈവം പിന്നെ ഒന്നും കളയുന്ന ആളല്ല, എല്ലാത്തിനെയും ഉപയോഗിക്കുന്ന ആളാണ്. അതിനാധാരം ഒരു വേദഭാഗം ഏതാണെന്നറിയാമോ? സദൃശവാക്യം 16:4. യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനാണ് ഉണ്ടാക്കിയത്. പക്ഷെ ദൈവത്തിൽ നിന്ന് മറുതലിച്ച് മത്സരികളായി ദുഷ്ടരായി പോയാൽ അവരെയും കർത്താവിന് ഏതെങ്കിലും കാര്യത്തിന് ഉപയോഗിച്ചേ കത്തിക്കുള്ളൂ എന്നാണ്. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ പദ്ധതികൾ പ്രകാരം ജീവിക്കാനുള്ള സംരക്ഷണം കിട്ടും, കർത്താവിൻ്റെ കയ്യിലിരിക്കും. പിശാചിൻ്റെ കൂടെ കൂടിയാൽ ഒത്തിരി കാര്യങ്ങൾ അവൻ്റെ കൂടെ അത്യാഗ്രഹങ്ങൾ പലതും സാധിക്കാം. പക്ഷെ കത്തുന്ന കൂടെ കത്തിക്കാൻ കൊണ്ടുപോകുന്നു മാത്രമേ ഉള്ളൂ. ന്യായവിധി സമയത്ത് മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിൽ ഇടതുവശത്തും വലതുവശത്തുള്ളവരുടെ കഥ നമ്മൾ വായിക്കുമ്പോൾ ഇടതുവശത്തുള്ളവരോട് പറയുന്ന കാര്യം എന്നാ? സാധാരണ അവൻ്റെ സൈന്യങ്ങൾക്ക് ഒരുക്കിയ അഗ്നിരത്തേക്ക് നിങ്ങൾ പോക്കോളാം. അപ്പം നരകമോ തീയോ നമുക്കുള്ളതാണോ? നമുക്ക് കർത്താവിൻ്റെ കൂടെ വാഴാനുള്ള നിത്യതയാണ് ദൈവം കരുതിയിരിക്കുന്നത്. അത് നമുക്കുള്ളത്. അത് നമ്മൾ വാങ്ങിച്ചില്ല പിന്നെ മറ്റവൻ്റെ കൂടെ പോകേണ്ടി വരും. ആരാ? നമ്മൾ തന്നെയായിരിക്കും ഉത്തരവാദി. അതുകൊണ്ട് ഈ ലോകത്തിൽ പിശാചിൻ്റെ ശല്യമുള്ളത് കാണുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. കർത്താവ് ഇവൻ്റെ വൃത്തികേട് എനിക്ക് മനസ്സിലായി, എനിക്ക് ഈ വൃത്തികേട് വേണ്ട, ഞാൻ ഇവനെ പോലെ ആകല്ലേ എന്ന് പ്രാർത്ഥിച്ചോ. അപ്പോൾ കർത്താവ് നമ്മുടെ കൂടെ വന്ന് നമ്മളെ സംരക്ഷിക്കും. അപ്പോൾ ചെറുകുടുത്ത് മറിക്കുന്ന ഹെറൂബ് ആദ്യം ഏതെന്നോടത്തിലെ ആദിവാസിയായിരുന്നു. ആ ആദിവാസിയായിരുന്നവൻ പിശാചായി, അവനെ അവിടെ നിന്ന് ഇറക്കി. രണ്ടാമത്തെ വാസിയാണ് ആദാം ഹവ്വയും. ആദാമും ഹവ്വയും ഇവൻ വഞ്ചിച്ച് പുറത്താക്കി. ഇത് കണ്ടാലെങ്കിലും നമ്മൾ സൂക്ഷിച്ചിരിക്കേണ്ടത് ഏതാ? ആദാമിനെ ഹവ്വയും അവിടുന്ന് അവൻ പുറത്താക്കി, അവനെ ദൈവം പുറത്താക്കി. ഇവൻ രണ്ടും കൂടെ അനേരം ഇപ്പോൾ പുറത്താക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ആ കൂട്ടത്തിൽ പോകണോ വേണ്ട? അപ്പം ഇങ്ങനെ പുറത്തായവരെപ്പോഴും അനേരെ പുറത്താകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ അകത്താണോ പുറത്താണോ എന്നുള്ള കാര്യം നല്ലവണ്ണം ശ്രദ്ധിക്കുക. ആരാണ് അകത്തുനിന്നും ആര് പുറത്തുനിന്ന്? വെളിപ്പാട് പുസ്തകം അവസാനം വരുമ്പോൾ 21, 22 അധ്യായങ്ങൾ ശരിക്കും വായിച്ചു നോക്കിയാൽ ആരാണ് അകത്ത് ആരാണ് പുറത്തു പോകുന്നത് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ പുറത്താക്കുന്ന തിന്മയുടെ ശക്തികളിലെ നമ്മൾ പുറത്താക്കിയില്ലെങ്കിൽ അത് നമ്മളെ പുറത്താകും. അതിനിതാ കർത്താവ് കൃപയായി നീട്ടിക്കൊണ്ട് നമ്മളെ സഹായിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് പ്രത്യാശയ്ക്ക് വളർന്നിട്ടെ. അപ്പോൾ പിശാച് വഷളാക്കിയ ദുഷ്ടന്മാരെയും അത്യാഗ്രഹികളെയും എല്ലാം ഈ ഭൂമിയിൽ ദൈവം കൊയ്ത്തോളം വളരുന്ന കളകളായി വളർത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ അതെല്ലാം അവസാനം എഴുതു കളയും, അവസാനം കത്തിച്ചു കളയും എന്നുള്ള കാര്യം നമുക്ക് പ്രത്യാശയും വിശ്വാസവും നൽകട്ടെ എന്ന് ആശംസിക്കുക. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ എല്ലാ സംഭവങ്ങളും എല്ലാ കാര്യങ്ങളും യേശുവിനോടൊത്ത് വചനം ധ്യാനിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇറങ്ങിപ്പോകാനോ അന്യമായി പോകാനോ സാധ്യതയുള്ളതുകൊണ്ട് 1 തെസ്സലോനിക്കർ 5 അധ്യായത്തിന്റെ 8 മുതൽ 24 വരെയുള്ള ഭാഗങ്ങൾ ആവർത്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ പട്ടികയാണ്. നമ്മൾ ഉറങ്ങേണ്ടവരല്ല, യേശുവിനോടൊത്ത് ഉണരേണ്ടവരാണെന്നുള്ളത്. യേശുവിനോടൊത്ത് ഉണർന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം വരുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ കാര്യം നമുക്ക് ഓർക്കുവാനും നമ്മളെ ഓർപ്പിക്കുവാനും കർത്താവ് ആഗ്രഹിക്കുമ്പോൾ പിശാച് സമ്മതിക്കുമോ? കൊച്ചിനെ കൊണ്ട് കരയിപ്പിച്ച് നമ്മൾ സത്യം കൊണ്ട് പോയില്ലേ? ഇപ്പോൾ അപ്പോൾ അവൻ ഇതിലെവിടെയെങ്കിലുമൊക്കെ തൊണ്ടയ്ക്ക് പിടിക്കാനൊക്കുന്നില്ലെങ്കിൽ കൊച്ചിനെ കരയിപ്പിക്കുക, കുശൃതി കാണിപ്പിക്കുക, തടസ്സം ഉണ്ടാക്കുക, ഏതെങ്കിലും തരത്തിൽ അസത്യം ഉണ്ടായി കിട്ടിയാൽ പോരെ. ഇതങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇടർച്ച വരേണ്ടത് ആവശ്യമായോ വരുത്തുന്നവർക്ക് അയ്യോ കഷ്ടം. അതുകൊണ്ട് അങ്ങനെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇത് എത്ര പ്രയാസപ്പെട്ടിട്ട് ഇവിടെ നിന്ന് വന്നു കിട്ടിയത്, ഇത്ര നാൾ ഒരുങ്ങിയിട്ടാണ്. അപ്പോൾ വന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിപ്പിക്കാതിരിക്കാനുള്ള ശ്രമം, ശ്രദ്ധിച്ചാലുണ്ടെങ്കിൽ മറക്കാനുള്ള പരിപാടി, ഇത് ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുക. എന്തിനാ? അവനോട് കത്താൻ നമ്മളെ കൂടെ കിട്ടണം. അപ്പൊ എനിക്ക് കത്തണ്ട, എനിക്ക് കർത്താവിൻ്റെ കൂടെ സന്തോഷമായി ജീവിക്കണം, എനിക്ക് എൻ്റെ കർത്താവിനോട് നിത്യത്തിൽ കഴിയണം. അതിനാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. എൻ്റെ കർത്താവിനോടുകൂടി എല്ലാം ചെയ്യാനാണ്. ഉറങ്ങിയാലും ഉണർന്നാലും ഞാൻ ആരോട് ജീവിക്കണം?
അതാണ് 1 തെസ്സലോനിക്കർ 5 തൊട്ട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഉണർന്നിരിക്കുന്നവർക്ക് മാത്രമേ ധർമ്മങ്ങൾ നിർവഹിച്ച് വേല തികച്ച് കർത്താവ് വരുമ്പോൾ കർത്താവിനോട് ചേരാനൊക്കെ ഉള്ളൂ എന്നുള്ള കാര്യം തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടിരിക്കുന്നു. ഈ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഇനി ഇന്നോട് നടക്കാൻ പോകുന്ന എല്ലാ സംഭവങ്ങളും അനേകരെ കർത്താവിനോട് ചേർക്കുവാനാണെന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് കൃപകളും കൃപാവരങ്ങളും ജ്വലിപ്പിച്ചുകൊണ്ട് കിട്ടുന്ന അവസരം തക്കത്തിൽ ഉപയോഗിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. കേൾവിക്കാരുടെ പ്രതിനിധിയായിട്ട് ഒരാളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക. പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കുകയോ മുട്ടുകുത്തുകയോ നിൽക്കുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്യാം. സഹോദരൻ പത്രോസ് നിന്ന് പ്രാർത്ഥിക്കാമോ? തന്നാട്ട്. കേൾവിക്കാരുടെ പ്രതിനിധിയായിട്ട് ഒരു കുടുംബസ്ഥനായ ഒരു സഹോദരൻ ഇങ്ങോട്ട് വന്നാട്ട് മൈക്ക് ഇങ്ങോട്ട് കൊടുത്താട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ മുട്ടുകുത്തുകയോ നിൽക്കുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്യാം. കേട്ടതായ വചനം പ്രാർത്ഥനയാക്കി മാറ്റി കർത്താവിൻ്റെ 2ാമത്തെ വരവിന് എങ്ങനെ ഒരുങ്ങണം, എങ്ങനെ ഒരുക്കണം എന്ന് പറഞ്ഞ തിരുവചന പ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ